എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഏതാനും കുറച്ച് ആഴ്ചകളായി കേരളം മുഴുവനും തിരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ, LDF, UDF, തുടർച്ചയായിട്ട് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവിന് വിപരീതമായിട്ട് കഴിഞ്ഞ തവണ തുടർച്ചയായിട്ട് LDF സർക്കാർ 2 ടേം പൂർത്തിയാക്കി. ഇപ്പോൾ UDF മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഭരണം തിരിച്ചു പിടിച്ചു. പിന്നെ NDAക്ക് 3 സീറ്റുകളും കിട്ടി. അപ്പോൾ കേരളത്തിൽ 3 പാർട്ടികളായി: UDF, LDF, NDA. ശരി, ഈ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ഓരോരോ ഇഷ്യൂസാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടെങ്കിലേ കേരളത്തിനും ഇന്ത്യക്കും എല്ലാം മികച്ച മുന്നേറ്റം സാധിക്കുകയുള്ളൂ. ഇന്ന് കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തുടങ്ങിയുള്ള ഒരു ന്യൂസാണ് ED കേരളത്തിൽ 10 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ. അവസാനം EDയുടെ വാഹനം ആക്രമിക്കപ്പെടുന്നു. അത് വലിയൊരു ഇഷ്യൂ ആയി മാറുന്നു. പിന്നീട് ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഇഷ്യൂസാണ്. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുന്നു. കുറച്ചുപേരെ പിടിക്കുന്നു, കുറച്ചുപേരെ പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരോ ഇഷ്യൂസാണ്. ഈ അവസരത്തിലാണ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്. എലക്ഷൻ കഴിഞ്ഞാൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നോട്ടെ, LDF ആകട്ടെ, UDF ആകട്ടെ, NDA ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ആകട്ടെ, പരസ്പരം സഹകരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്കൊരു കൈത്താങ്ങായി പ്രവർത്തിക്കുകയുമല്ലേ വേണ്ടത്? എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയും. എന്നിട്ടും ഇത്തരം വിവാദങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? എല്ലാം ശരിയാകുമായിരിക്കും, ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് വിചാരിച്ച അവസാനം ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്ലാഷ് ന്യൂസ് TV തെളിയുന്നത്. പത്മനാഭസ്വാമിയുടെ സ്വർണവും ആഭരണങ്ങളും അമൂല്യമായ നിധിശേഖരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിൽ എന്തുണ്ട് ബാക്കി? പൊട്ടിപ്പൊളിയാതെ ഇന്നും ബാക്കി നിൽക്കുന്ന മുല്ലപ്പെരിയാർ മാത്രം. ഇതും ഒരൊറ്റപ്പെട്ട സംഭവം തന്നെയായിരിക്കും, അല്ലേ?